الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس أوصيكم أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അംഗീകരിച്ചതനുസരിച്ച് അല്ലാഹുവിന്റെ ഇഷ്ടവും അവന്റെ പൊരുത്തവും സ്നേഹവും നേടിയെടുക്കുവാൻ അല്ലാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ സന്ദർഭങ്ങളെ കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തുക, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ജീവിതത്തിന്റെ മാർഗമായി അവലംബമായി സ്വീകരിക്കുക, മരിക്കുന്ന സമയം മുസ്ലിമായി മരിക്കുവാൻ അല്ലാഹു നൽകിയിട്ടുള്ള സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ വിശുദ്ധ റമദാൻ മാസത്തെ സ്വീകരിക്കേണ്ട മുന്നൊരുക്കത്തിന്റെ മാസമായ ശഅബാൻ മാസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. റജബ് മാസത്തിന്റെ തുടക്കത്തിൽ റജബ് മാസത്തിന്റെ പവിത്രതയും ആ മാസത്തിൽ കഴിവിന്റെ പരമാവധി വികാരത്തുകൾ വർദ്ധിപ്പിക്കണമെന്നും മറ്റു മാസങ്ങളേക്കാൾ ഒരു ശക്തമായ പരലോകബോധം അതാഗ്രഹിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും റജബ് മാസത്തിൽ പരമാവധി വികാരത്തുകൾ വർദ്ധിപ്പിക്കണമെന്നുമൊക്കെ അതിന്റെ തുടക്കത്തിൽ നാം സൂചിപ്പിച്ചിരുന്നു. ഷഅബാൻ കടന്നു വരുമ്പോൾ
വിശ്വാസികളുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു 5 കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. റജബിന്റെ പവിത്രത നമുക്കൊക്കെ അറിയാം, മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അല്ലാഹു ആദരിച്ച മാസമാണ്. റമദാൻ മാസത്തിന്റെ പവിത്രത അതിലേറെ നമുക്കറിയാം. നമ്മളൊക്കെ ഖുതുബകളിലൂടെയും അല്ലാതെയും ഒക്കെ പഠിച്ചിട്ടുള്ളവരാണ്. എന്നാൽ വരാനിരിക്കുന്ന ശഅബാൻ മാസത്തിന്റെ പവിത്രത പലരും മനസ്സിലാക്കിയിട്ടില്ല. അതിന്റെ പവിത്രതയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ 5 കാര്യങ്ങൾ. 1, നമ്മുടെയൊക്കെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസം അത് ശഅബാൻ മാസമാണ്. രണ്ടാമത്തേത്, റസൂൽ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ള മാസം അത് ശഅബാൻ മാസമാണ്. ജനങ്ങളിൽ അധിക ആളുകളും റജബിലും റമദാനിലും ഒക്കെ പവിത്രത കൽപ്പിക്കുകയും അതിൽ ഇബാദത്ത് കൊണ്ട് ധന്യമാകുകയും ചെയ്യുമ്പോൾ അധികം ആളുകളും വേണ്ടത്ര പഠിക്കാത്ത അശ്രദ്ധരാകുന്ന ഒരു മാസമുണ്ട്. അത് ശഅബാൻ മാസമാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അതേപ്രകാരം 4-മത്തേത്, റമദാനിൽ പല കാരണങ്ങളാൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഉണ്ടാകും. അതെല്ലാം പൂർത്തീകരിക്കാനുള്ള സമയമാണ്. 5-മത്തേത്, റമദാനിലേക്ക് എല്ലാ നിലക്കും അതിനുവേണ്ടിയുള്ള ശക്തമായ മാനസികമായ, സാമ്പത്തികമായ, ശാരീരികമായ ഒരുക്കങ്ങൾ നടത്തേണ്ട മാസം. ഇങ്ങനെ 5 കാര്യത്തെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. 1-മത്തേത്, ശഅബാനിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് എന്നാണ്. നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അത് റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്, ഉയർത്തപ്പെടുന്നു. അതെല്ലാ ദിവസവും ഉണ്ട്. ആഴ്ചയിൽ അത് ഉയർത്തപ്പെടുന്നുണ്ട്, വർഷത്തിൽ ഒരിക്കൽ ഉയർത്തപ്പെടുന്നു. എല്ലാ ദിവസവും ഉയർത്തപ്പെടുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, യതആഖബൂന ഫീകും മലായികത്തുൻ ബില്ലൈലി വ മലായികത്തുൻ ബിന്നഹാർ. വിശ്വാസികളെ, നിങ്ങളിൽ രാത്രിയും പകലുമെല്ലാം മാറി മാറി വരുന്ന മലക്കുകളുണ്ട്. രാവിലെ ഒരു വിഭാഗം മലക്കുകളാണ് നമ്മൾ വീക്ഷിക്കാൻ, നമ്മുടെ കർമ്മങ്ങളെ രേഖപ്പെടുത്താൻ, അങ്ങനെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അങ്ങനെ പലതിനു വേണ്ടിയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പട്ടാളക്കാരാകുന്ന മലക്കുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവും പകലും വ്യത്യസ്തങ്ങളായ മലക്കുകളാണ് നിങ്ങളിൽ ഉള്ളത്. അവർ 2 പേരും, രാവിലെയുള്ള മലക്കുകളും രാത്രിയുള്ള മലക്കുകളും 2 പേരും സംഗമിക്കുന്ന ഒരു വേളയുണ്ട്. അത് പ്രഭാത നമസ്കാരമാണ്. 1 സുബ്ഹി നമസ്കാരം. സുബ്ഹി നമസ്കാരത്തിൽ ഈ 2 മലക്കുകളും, രാവിലെയുള്ള മലക്കുകളും രാത്രിയുള്ള മലക്കുകളും, വരാനുള്ളവർ വന്ന് പോകാനുള്ളവർ പോകുന്ന ആ ഒരു സമയമാണ് പ്രഭാത നമസ്കാരമാണ്, സുബ്ഹി നമസ്കാരത്തിന്റെ സമയം. 2-മത്തേത് അസർ നമസ്കാരത്തിന്റെ വേളയിലാണ്. അതും അതേ പ്രകാരം തന്നെയാണ്. രാവിലെ വന്ന ആളുകൾ പോകുന്ന, വൈകുന്നേരം രാത്രിയേക്കുള്ള മലക്കുകൾ വരുന്ന ആ സമയം അസർ നമസ്കാരത്തിന്റെ സമയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് പിന്നീട് പറഞ്ഞു, സുമ്മ യഅറുദുൽ ലദീന ബാതു ഫീകും ഫയസ്അലുഹും റബ്ബുഹും വഹുവ അഅലമു ബിഹിം. അങ്ങനെ അല്ലാഹുവിങ്കലേക്ക് കയറി പോകാനുള്ള മലക്കുകൾ, രാവിലെ വന്ന മലക്കുകൾ അസറോടുകൂടെ അവർ കയറിപ്പോകും. അങ്ങനെ അല്ലാഹുവിങ്കലേക്ക് എത്തിയാൽ ഈ മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. എന്താണ് ചോദിക്കുക? അവൻ എങ്ങനെയാണ് എന്റെ ദാസന്മാരെ നിങ്ങൾ വിട്ടേച്ചു പോന്നത് എന്നതാണ്. എന്റെ ദാസന്മാർ നിങ്ങൾ അവിടുന്ന് പോരുന്ന സമയത്ത്, പ്രഭാതത്തിൽ പോരുമ്പോ, അല്ല വൈകുന്നേരവും അതേ പ്രകാരം തന്നെ ആ വന്ന മലക്കുകളോട് ചോദിക്കും, എന്റെ അടിമകൾ നിങ്ങൾ വരുന്ന സമയത്ത് അവരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആ മലക്കുകൾ പറയുന്നത്, തറക്നാഹും വഹും യുസല്ലൂന വഅതൈനാഹും വഹും യുസല്ലൂൻ.
ഞങ്ങൾ അവരെ ഒഴിവാക്കി ഞങ്ങൾ പോരുന്ന സമയത്ത് തിരിച്ചു പോരുമ്പോ അവർ നമസ്കരിക്കുകയായിരുന്നു. സുബഹി നമസ്കാരത്തിലാണ്, അല്ലെങ്കിൽ അസർ നമസ്കാരത്തിലാണ്. ഞങ്ങൾ അവരിലേക്ക് ചെല്ലുന്ന സമയത്തും അവർ നമസ്കാരത്തിൽ തന്നെയായിരുന്നു എന്ന് പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഈ സമയത്താണ് എല്ലാ ദിവസവും നിങ്ങളുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട്. ഒന്ന് സുബ്ഹിയുടെ നേരത്തും അതേ പ്രകാരം അസറിന്റെ നേരത്തും എല്ലാ ദിവസവും കർമ്മങ്ങൾ അല്ലാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടുന്നു. രണ്ടാമത്തേത്, എല്ലാ ആഴ്ചകളിലും കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട്. അതും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം പ്രദർശിപ്പിക്കപ്പെടുന്നു, ഉയർത്തപ്പെടുന്നു. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും, എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അതുവരെ നമ്മൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും, നന്മകളാകട്ടെ തിന്മകളാകട്ടെ, അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാ തിങ്കളും വ്യാഴവും പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അതുകൊണ്ട് ഞാൻ എന്റെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോ, പ്രദർശിപ്പിക്കപ്പെടുമ്പോ, ഞാൻ നോമ്പുകാരനായിരിക്കെ പ്രദർശിപ്പിക്കപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിങ്കളിന്റെയും വ്യാഴത്തിന്റെയും നോമ്പിന്റെ പ്രത്യേകതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അപ്പൊ എല്ലാ ദിവസവും ഉയർത്തപ്പെടുന്നുണ്ട്. അതേ പ്രകാരം ആഴ്ചയിൽ നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട്. ഇനി ഒരു വർഷം മുഴുവനും ചെയ്ത എല്ലാ കർമ്മങ്ങളെയും ഒന്നിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു. അതെപ്പോഴാണ്? ഉസാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഹുവ ശഅറുൻ, ശഅബാൻ മാസമാണ്. ശഅബാൻ മാസം തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ നാഥനായ റബ്ബിങ്കലേക്ക്, സർവ്വലോക രക്ഷിതാവായ റബ്ബിങ്കലേക്ക് എല്ലാ ആളുകളുടെയും എല്ലാ കർമ്മങ്ങളെയും ഒന്നിച്ച് ഉയർത്തപ്പെടുന്ന മാസം അത് ശഅബാൻ മാസമാണ്. അപ്പൊ വർഷത്തിൽ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയും പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ആ ഒരു മാസത്തിലേക്കാണ് ഞാൻ നിങ്ങളും പ്രവേശിക്കാനിരിക്കുന്നത്. ഈ ഒരു കൃത്യമായ ഒരു ചിന്ത നമ്മുടെ മനസ്സുകളിലേക്ക് വേണം. അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ വിശുദ്ധമായിരിക്കുന്ന റമദാനാണ്. ആ ശഅബാൻ മാസത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടെ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരേണ്ട ചിന്ത, ഞാൻ ഈ ഒരു വർഷക്കാലം ചെയ്ത എന്റെ എല്ലാ കർമ്മങ്ങളും റഹ്മാനായ റബ്ബിങ്കലേക്ക് സ്വീകരിക്കപ്പെടുന്ന, പ്രദർശിപ്പിക്കപ്പെടുന്ന ആ മാസത്തിലേക്കാണ് ഞാൻ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ശഅബാൻ മാസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ എത്രയെല്ലാം കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം കർമ്മങ്ങൾ വാരി കൂട്ടുക എന്നതാണ് എന്റെയും നിങ്ങളുടെയും കടമ. കാരണം നമ്മുടെ ഓരോ വാക്കുകളും, കഴിഞ്ഞ ഖുതുബയിലും അതിനു മുമ്പുള്ള ഖുതുബയിലും ഒക്കെ നമ്മുടെ ജീവിതത്തിലെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളം തസ്ബീഹുകളും ദിക്റുകളും നമ്മൾ പഠിച്ചു. അന്നൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ നമുക്കറിയാത്തത് കൊണ്ടോ വിവരമില്ലാത്തത് കൊണ്ടോ പഠിക്കാത്തത് കൊണ്ടോ ആരെങ്കിലും പറഞ്ഞു തരാത്തത് കൊണ്ടോ അല്ല. പക്ഷേ നമുക്കൊക്കെ തിരക്കാണ്, ഇന്ന് ബിസിയാണ്, വല്ലാത്ത തിരക്ക്. അല്ലാഹുവിന്റെ റസൂലിന് പോലും ഇല്ലാത്ത തിരക്കാണ് ഇന്ന് നമുക്കൊക്കെ, അല്ലേ? കച്ചവടത്തിന്റെ, കുടുംബത്തിന് വേണ്ടി അങ്ങനെ പലതരത്തിലുള്ള തിരക്കാണ്. ഒരു ദിക്റ് ചൊല്ലുവാനോ ആയത്തുൽ കുർസി ഓതുവാനോ ഖുൽ ഹുവല്ലാഹു ഓതുവാനോ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുള്ള ദിക്റുകളൊന്നും ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും സമയമില്ല. നിസ്കാരം കഴിഞ്ഞാലും തിരക്കാണ്, ഉറങ്ങാൻ കിടക്കുമ്പോഴും നമുക്ക് തിരക്കാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു ബിസ്മില്ലാ പറയാനോ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു അൽഹംദുലില്ലാ പറയാനോ നമുക്ക് സമയമില്ല. എല്ലാ സമയത്തും നമുക്ക് ബിസിയാണ്. പക്ഷേ അറിയണം, ഇവിടെ നിന്ന് നമുക്ക് സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ കിട്ടുന്ന ഒരു സെക്കൻഡ് അത് നമ്മളെ പാഴാക്കി കളഞ്ഞാൽ അതിന്റെ പേരിൽ നമ്മളെ വിരൽ കടിക്കുക എപ്പോഴാണെന്നറിയോ? നാളെ പരലോകത്തെത്തുമ്പോ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു കാര്യമുണ്ട്. നാളെ പരലോകത്ത് നമ്മുടെ കർമ്മങ്ങളൊക്കെ രേഖപ്പെടുത്തുവാനും അത് തൂക്കി നോക്കുവാനും വേണ്ടി അവിടെ കൃത്യമായ ഒരു തുലാസ് റബ്ബ് തആല ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാൽ, തുലാസ് നമ്മൾ കണ്ടിട്ടുണ്ട് ദുനിയാവിൽ നിന്ന് വളരെ കൃത്യമായി നന്മകളും തിന്മകളും വെച്ചുകൊണ്ട് എത്രയുണ്ട് നമ്മുടെ നന്മകൾ, നമ്മുടെ ദുനിയാവിൽ നിന്ന് ചെയ്ത തിന്മകൾ എത്രയുണ്ട് എന്ന് നോക്കി നോക്കുവാൻ
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ തുലാസ് വളരെ കൃത്യമായി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ തുലാസ് ഏത് രീതിയിലാണ് ഭൗതിക ജീവിതത്തിൽ നമുക്ക് പരിചയമുള്ളതാണ്, അതൊന്നും പരിശോധിക്കേണ്ട ബാധ്യത നമുക്കില്ല. ഏതായിരുന്നാലും നമ്മുടെ കർമ്മങ്ങളെ തൂക്കി നോക്കുന്നൊരു ഏർപ്പാട് അവിടെയുണ്ട്. അത് വിശുദ്ധ ഖുർആൻ പറയാ, വൽ വസ്നു, തൂക്കി നോക്കുക എന്നതെയോ വഅദിൻ, അന്നത്തെ ദിവസം തൂക്കി നോക്കുക എന്നത് അൽ ഹഖ്, അത് സത്യമാണ്, അത് വരിക തന്നെ ചെയ്യും. നിങ്ങൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും തൂക്കി നോക്കൂ. എന്നിട്ട് സൂറത്തുൽ അറാഫിലൂടെ റബ്ബ് പറയുന്നത്, ഫഖദ മവാസീനുഹു, ആരുടെ തൂക്കമാണോ കനം കൂടിയിട്ടുള്ളത്, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയിച്ചവരാണ്. നമ്മുടെ നന്മതിന്മകൾ ഇങ്ങനെ തൂക്കുന്ന സമയത്ത് നമ്മുടെ നന്മകൾക്കാണ് ഏറ്റവും കൂടുതൽ കനം കൂടുന്നതെങ്കിൽ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയിച്ചവരാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മുസ്ലിഹീങ്ങളിൽ പാവങ്ങളായ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തുടർന്ന് റബ്ബ് പറയാ, പക്ഷേ ആ നന്മതിന്മകൾ തൂക്കപ്പെടുമ്പോ വമൻ ഖസ്സത് മവാസീനുഹു, കിട്ടിയ സമയവും ഉപയോഗപ്പെടുത്താതെ നിസ്കാരത്തിന്റെ സമയത്തും നമ്മുടെ ശ്രദ്ധയില്ല, ദുനിയാവോ ദുനിയാവെന്ന് പറഞ്ഞ് ആ ദുനിയാവിന്റെ നൈമിഷികമായ സുഖാഡംബരങ്ങൾക്ക് വേണ്ടി മാത്രം ഓടി നടന്ന് കിട്ടിയ അവസരങ്ങളെല്ലാം തുളച്ച ആളുകൾ വമൻ ഖസ്സത് മവാസീനുഹു, ആ നന്മതിന്മകളൊക്കെ തൂക്കി നോക്കുമ്പോ അതൊന്നിന് തുറഞ്ഞു പോയാൽ ആ നന്മയുടെ തുലാസിനേക്കാളും അല്പം കൂടുതൽ ആ തിന്മയുടെ തുലാസിനാണ് കനം കൂടിയതെങ്കിൽ അല്ലാഹു പറയാ, ഫൗലായിക അല്ലദീന ഖസറൂ അൻഫുസഹും, അവരുടെ ശരീരത്തെ തന്നെയും പരാജയപ്പെടുത്തിയവരാണ്. അവർ നശിപ്പിച്ചത് അവരുടെ ശരീരത്തെയാണ്. അതേ, നമുക്ക് കിട്ടിയ സമയങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ നശിപ്പിക്കുന്നത് നിങ്ങളൊരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയത് കൊണ്ട്, നമ്മളൊരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയത് കൊണ്ട് അത് ആർക്കും ഓഹരി വെക്കേണ്ടതില്ല. കൂട്ടുകാർക്ക് കൊടുക്കേണ്ടി വരില്ല, ഭാര്യക്ക് കൊടുക്കേണ്ടി വരില്ല, മക്കൾക്ക് കൊടുക്കേണ്ടി വരില്ല. എല്ലാം നമുക്ക് തന്നെയാണ്. നമുക്ക് കിട്ടിയ അവസരങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ ഖസറൂ അൻഫുസഹും, നമ്മൾ നശിപ്പിച്ചു കളയുന്നത് നമ്മുടെ ശരീരത്തെയാണ്. ബിമാ കാനൂ ബിആയാതിനാ യസ്ലിമൂൻ, അതേ, അവരവരുടെ ശരീരത്തെ നശിപ്പിച്ചു കളയുന്നത് ബിആയാതിനാ, നമ്മൾ കൃത്യമായ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു, ഇന്നത് ചെയ്തോ എന്നാലാ വിജയിക്കുക. എന്നാൽ ആ ദൃഷ്ടാന്തങ്ങളെ യസ്ലിമൂന, അക്രമം ചെയ്തുകൊണ്ട് പ്രവർത്തിച്ച കാരണത്താൽ സ്വന്തം ശരീരത്തെ നശിപ്പിച്ചവരാണ് അവർ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അല്ലാഹു പറയാ സൂറത്തുൽ അംബിയായിൽ, വനദഉൽ മവാസിനൽ ഖിസ്ത, വനദഉന, വെക്കുക തന്നെ ചെയ്യും, അൽ മവാസിന, തുലാസുകളെ, തൂക്കി നോക്കുന്ന തുലാസുകളെ പരലോകത്ത്. അത് സത്യമാണെന്നല്ല പറഞ്ഞു. മറ്റൊരായത്തിൽ പറയാ, വനദഉ, നാം വെക്കുക തന്നെ ചെയ്യും, അൽ മവാസിന, തുലാസുകളെ, അൽ ഖസ്ത വൽ ഖിസ്ത, നീതിപൂർവമായിരിക്കും തൂക്കി നോക്കുക. ലിയൗമിൽ ഖിയാമ, അന്ത്യനാളിൽ നീതിപൂർവം തുലാസുകളെ നാം വെക്കും. തുടർന്നല്ല പറയുന്നു, ഫലാ തുസ്ലമു നഫ്സുൻ ഷൈആ, ഒരു ശരീരത്തിനും ഒരൊട്ടും അക്രമം അവിടെ പ്രവർത്തിക്കുകയില്ല. ഒരാൾക്കും അങ്ങോട്ട് കൊടുക്കേണ്ടി വരില്ല. ഒരാളും സ്വന്തം ബാപ്പയോട് നമ്മുടെ തുലാസിന്റെ നന്മയും തിന്മയും തൂക്കി നോക്കുന്ന സമയത്ത് നമ്മുടെ തിന്മക്കൽപ്പം കൂടുതൽ കനമാണ്. നമ്മൾ നരകത്തിലേക്ക് പോകുമ്പോ, പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട മക്കളെ, ദുനിയാവിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചവനാണ് ഞാൻ, എനിക്ക് കിട്ടിയ അവസരങ്ങളെ നിങ്ങൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയവനാണ് ഞാൻ. അതുകൊണ്ട് മക്കളെ, നിങ്ങളൊരു 10 സുബ്ഹാനല്ലാഹയുടെ പ്രതിഫലം എനിക്ക് തരുമോ? ഒരു പേജ് ആയത്തിന്റെ അതിന്റെ പ്രതിഫലമെങ്കിലും നിങ്ങൾക്ക് ഹദിയായി തരുമോ എന്ന് ചോദിക്കുമ്പോ, നമ്മൾ ഈ ഇഷ്ടപ്പെടുന്ന ഭാര്യയോ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഭർത്താവോ, നമ്മൾ ഇഷ്ടപ്പെടുന്ന നാട്ടുകാരോ കൂട്ടുകാരോ ഒരാളും ഒന്നും തന്നെ നമുക്ക് തരികയില്ല. അതാണല്ല പറഞ്ഞത്, ഫലാ തുസ്ലമു നഫ്സുൻ ഷൈആ, അവിടെ ഒരാൾക്കും ഒരു അക്രമവും പ്രവർത്തിക്കുകയില്ല. എന്താണോ ചെയ്തത് അതവിടെ കിട്ടുക തന്നെ ചെയ്യും. അണുമണി തൂക്കമാണ് അവിടെ നന്മ ചെയ്തതെങ്കിൽ, തിന്മ ചെയ്തതെങ്കിൽ അല്ല പറയുന്നു,
ആ അണുമണി തൂക്കം കടുകുമണിയുള്ള നന്മയെയും തിന്മയെയും അതൈന നാം കൊണ്ടുവരും ബിഹാ ആ പരലോകത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. കണക്ക് നോക്കാൻ നമ്മൾ തന്നെ ധാരാളം മതി എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാളെ മീസാൻ എന്ന ആ മുലാസ് അവിടെ കനം തൂക്കുന്ന സമയത്ത് കനം കൂടിയവരായി മാറണം. അങ്ങനെ സ്വർഗത്തിലേക്ക് പോകണം. ആ സ്വർഗത്തിന്റെ ആരാമങ്ങളും അതിലുള്ള അനുഭൂതികളും ആസ്വദിക്കണം എന്ന ചിന്തയോടുകൂടെയാകണം വിശുദ്ധമായ റജബിലും വരാനിരിക്കുന്ന ശഅബാനിലും അത് കഴിഞ്ഞിട്ടുള്ള റമദാനിലുമൊക്കെ നമ്മുടെ സമയങ്ങളെയും സന്ദർഭങ്ങളെയും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഒന്നാമതായി എല്ലാ കർമ്മങ്ങളെയും അല്ലാഹുവിങ്കൽ പ്രദർശിപ്പിക്കപ്പെടുന്ന, അല്ലാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ മാസം എന്നതാണ്. ശഅബാൻ മാസത്തിന്റെ ഏറ്റവും പ്രധാനമായ മഹത്വമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത് ഉൾക്കൊള്ളുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത്തേത് ശഅബാനിന്റെ പ്രത്യേകതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, മഹാനായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ലം യകുനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഅറൻ അക്സറ മിൻ ശഅബാന ഫഇന്നഹു കാന യസൂമു ശഅബാന കുല്ല. ഒരു ഹദീസിൽ കാണാം, ശഅബാൻ മാസത്തേക്കാൾ കൂടുതൽ അല്ലാഹുവിന്റെ റസൂല് മറ്റൊരു മാസവും നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല. റമദാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് അല്ലാഹുവിന്റെ റസൂല് അനുഷ്ഠിച്ചിട്ടുള്ളത് ശഅബാൻ മാസമാണ്. ഒരു ഹദീസിലുള്ളത് ഫഇന്നഹു കാന യസൂമു ശഅബാന കുല്ല, ശഅബാൻ മാസം മുഴുവനും അല്ലാഹുവിന്റെ റസൂല് നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്. അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ഇമാം നബവി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ബയാൻ അന്ന ഖൗലഹാ കുല്ല, ശഅബാൻ മാസം മുഴുവനും നോമ്പ് നോറ്റു എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും അല്ലാഹുവിന്റെ റസൂല് നോമ്പ് നോറ്റിട്ടുണ്ട്. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുന്നു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റത് ശഅബാൻ മാസത്തിലാണ്. ഇതെന്തിനാ നമ്മൾ പഠിക്കുന്നത്? ശഅബാൻ മാസത്തിൽ ആരോഗ്യമുള്ള ആഫിയത്തുള്ള ആളുകൾ എത്രയെല്ലാം നോമ്പ് നമുക്ക് ശഅബാൻ മാസത്തിൽ വർദ്ധിപ്പിക്കാൻ കഴിയോ. ഒരു പ്രത്യേകമായ നോമ്പല്ല. ഇന്ന് സമൂഹത്തിൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച നോമ്പുകളുണ്ട്, ഇഷ്ടംപോലെ. എല്ലാ ആഴ്ചകളിലും വേണം തിങ്കളും നോമ്പ് നോറ്റാൽ ധാരാളം പുണ്യങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. എത്രമാത്രം നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയോ അത്രയൊക്കെ വർദ്ധിപ്പിക്കാം. പക്ഷെ അതിനൊന്നും സമൂഹത്തിൽ വലിയ പ്രാധാന്യമില്ല. എന്നാൽ റസൂലുള്ള പഠിപ്പിക്കാത്ത ഒരു വിദഅത്തായ നോമ്പുണ്ടെങ്കിൽ അന്ന് വല്ലാത്ത പോരിഷയും അന്ന് സർവ്വ ആളുകളും നോമ്പ് നോൽക്കുന്നത് ഈ മുസ്ലിം ഉമ്മത്തിൽ നമുക്ക് കാണാവുന്നതാണ്. റജബ് 27 അല്ലാഹുവിന്റെ റസൂല് ഒരുപാട് റജബ് 27 പ്രിയപ്പെട്ട പ്രവാചകൻ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ ഏതെങ്കിലും ഒരു റജബ് 27 മിഅ്റാജിന്റെ നോമ്പെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി നിർവഹിച്ചിട്ടില്ല, നിർവഹിക്കാൻ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ റജബിന്റെ അപ്പുറമൊക്കെ നോമ്പ് നോൽക്കുകയാണെങ്കിൽ അന്ന് നോമ്പ് നോൽക്കാൻ വിദഅത്താവില്ല. പക്ഷെ അന്ന് പ്രത്യേകമായ ഒരു നോമ്പുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നോമ്പ് നോറ്റാൽ അത് വിദഅത്തായി മാറും. അതേ പ്രകാരം ശഅബാനിലെ എല്ലാ ദിവസവും നമുക്ക് നോമ്പ് നോൽക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ശഅബാൻ 15 അന്ന് മാത്രം ബറാത്ത് നോമ്പാണെന്ന് വിചാരിച്ചുകൊണ്ട് ഒരാൾ നോമ്പ് നോറ്റാൽ അത് സുന്നത്തല്ല, കൂലിയല്ല കിട്ടുക, മറിച്ച് കുറ്റമാണ്. അത് ബിദ്അത്തിലാണ് ഉൾപ്പെടുക. അപ്പുറം ഇപ്പുറമൊക്കെ നോമ്പ് നോൽക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതാണ് ഇസ്ലാമിന്റെ വിധി. അതുകൊണ്ട് ഈ ഏറ്റവും കഴിവിന്റെ പരമാവധി ശഅബാൻ മാസത്തിൽ നോമ്പ് വർദ്ധിപ്പിച്ചുകൊണ്ട് വിശുദ്ധമായിരിക്കുന്ന റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയണം എന്ന ഒരു പാഠമാണ് ശഅബാൻ മാസത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അങ്ങനെയായിരുന്നു എന്ന് കാണാവുന്നതാണ്. അപ്പൊ രണ്ടാമത്തേത്, ഏറ്റവും കൂടുതൽ നോമ്പ് നോൽക്കാൻ ശ്രമിക്കേണ്ട ഒരു മാസമാണ് ശഅബാൻ മാസം. മൂന്നാമത്തേത്, ജനങ്ങൾ അശ്രദ്ധരാകുന്ന മാസമാണ്. പറഞ്ഞല്ലോ, റജബിന്റെ പവിത്രത നമുക്കറിയാം, റമദാനിന്റെ പവിത്രത അതിലേറെ അറിയാം. പക്ഷേ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ദാലിക ശഅറു യഗ്ഫലു നാസു അൻഹു ബൈന റജബിൻ വ റമദാൻ. റജബും ശഅബാനിന്റെയും റമദാനിന്റെയും മഹത്വം അറിയുമ്പോൾ അത് രണ്ടിന്റെയും ഇടയിലുള്ള ശഅബാനിന്റെ മഹത്വം പലരും മനസ്സിലാക്കാറില്ല. അതിൽ വേണ്ടത്ര ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാറില്ല. തീർച്ചയായും ആ ശഅബാൻ മാസം
അള്ളാഹുവിന്റെ റസൂൽ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുത്ത ഇസ്തിഗ്ഫാറുകളും സ്വലാത്തുകളും അതുപോലെ തസ്ബീഹുകളും ഖുർആൻ പാരായണങ്ങളൊക്കെ ധാരാളമായി വർദ്ധിപ്പിച്ച മാസമാണ് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് റസൂലുള്ളാഹിയുടെ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നിന്ന് പാഠം സ്വീകരിച്ച് ശഅബാൻ മാസത്തിൽ ധാരാളമായി അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നമുക്കും കഴിയണം. അതൊരിക്കലും അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാക്കി കളയരുത് എന്നതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തത് കഴിഞ്ഞ റമളാനിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ നമുക്ക് നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. രോഗം കാരണത്താൽ, യാത്രയുടെ കാരണം, അതേപ്രകാരം സ്ത്രീകൾക്ക് ഏതെങ്കിലും നോമ്പുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ നോമ്പുകളെല്ലാം നോറ്റ് വീട്ടാനുള്ള ഏറ്റവും അവസാന സമയമാണ് ഈ ശഅബാൻ മാസം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന യകൂനു അലയ്യ സ്വൗമു മിൻ റമളാന, റമളാനിൽ എനിക്ക് നോമ്പ് നോൽക്കാൻ ബാക്കിയുള്ളത്, നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ തീർച്ചയായും ഫമാ അസ്തതിഉ അൻ അഖ്ലിയ ഇല്ലാ ഫീ ശഅബാൻ, പലപ്പോഴും എനിക്ക് ശഅബാനിലേ സാധിക്കാറുള്ളൂ, ശഅബാനിലാണ് ഞാൻ കൂടുതൽ നോമ്പും ഖളാ വീട്ടാറുള്ളത് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചു തന്നതായി നമുക്ക് കാണാവുന്നതാണ്. ഇനി വല്ല കാരണവശാലും റമളാനിൽ നോമ്പ് നഷ്ടപ്പെട്ടു, ആ നോമ്പ് ഇപ്പൊ വീണ്ടെടുക്കാനും ഖളാ വീട്ടുവാനുമുള്ള ഒരു ശാരീരികമായ അവസ്ഥ നമുക്കില്ല. ഇപ്പൊ നമുക്ക് നോമ്പ് നോൽക്കാനുള്ള ആരോഗ്യമില്ല, ഇപ്പൊ രോഗിയാണ്. കഴിഞ്ഞ റമളാൻ നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു, അന്നെന്തോ കാരണത്താൽ നോമ്പ് നഷ്ടപ്പെട്ടു പോയതാണ്. ഇപ്പോൾ നമുക്കത് ഖളാ വീട്ടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും അത്തരം ആളുകൾ അതിന്റെ ഫിദിയ, ഒരു മിസ്കീന് ഒരു നേരത്തെ ഭക്ഷണം ഫിദിയ കൊടുക്കുക എന്നത് അത് വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ശഅബാൻ മാസത്തിലാണ് അവസാന സമയം എന്ന നിലക്ക് നമുക്കത് ശ്രദ്ധിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അഞ്ചാമത്തേത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതിനെ പല ആളുകളും ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ ശഅബാൻ ഇദാ ബഖിയ നിസ്ഫുൻ മിൻ ശഅബാന ഫലാ തസൂമു എന്ന ഹദീസ് സ്വഹീഹായ ഹദീസാണ്. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ഇദാ ബഖിയ നിസ്ഫുൻ മിൻ ശഅബാന, ശഅബാനിലെ പകുതി വന്നു കഴിഞ്ഞാൽ, പകുതിയായി കഴിഞ്ഞാൽ ഫലാ തസൂമു, പിന്നെ നിങ്ങൾ നോമ്പ് നോൽക്കാൻ പാടില്ല എന്നൊരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് പിടിച്ചുകൊണ്ട് പല ആളുകളും തെറ്റായ രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. ശഅബാൻ 15 കഴിഞ്ഞാൽ പിന്നെ തീരെ നോമ്പ് തന്നെ നോൽക്കാൻ പാടില്ല എന്ന ഒരു വ്യാഖ്യാനം കൊടുക്കാറുണ്ട്. എന്നാൽ മഹാന്മാരാകുന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അതിന് കൊടുത്തിട്ടുള്ള വ്യാഖ്യാനം, അതിന്റെ മുമ്പ് നമ്മൾ തീരുമാനിച്ചു, ശഅബാൻ മാസം വന്നിട്ടുണ്ട്, കഴിവിന്റെ പരമാവധി ഞാൻ നോമ്പ് നോൽക്കും എന്ന് നമ്മൾ നിയ്യത്ത് വെച്ചു. എന്ന് തുടക്കം മുതലേ നമ്മൾ ആഴ്ചയിൽ 1, 2, 3 ദിവസങ്ങളൊക്കെ ഇങ്ങനെ നോമ്പ് നോറ്റ് വന്നു. അങ്ങനെ തുടർന്ന് വന്ന ആളുകൾക്ക് 15 കഴിഞ്ഞാലും എന്ത് ചെയ്യാം? നോമ്പ് നോൽക്കാവുന്നതാണ്, അത് വിരോധമില്ല. എന്നാൽ 15 കഴിഞ്ഞാലും നോമ്പ് നോൽക്കരുത് എന്ന് പറഞ്ഞത് ആർക്കാണ്? 15 വരെ ഒരു ശ്രദ്ധയും ഇല്ല. എന്നിട്ട് ബറാത്തിന്റെ ഒരു നോമ്പ് എന്ന് പറഞ്ഞിട്ട് അത് ബിദ്അത്തായ നോമ്പ് അന്ന് മുതൽ അങ്ങ് തുടങ്ങും. എന്നിട്ട് പിന്നീട് അവിടുന്ന് അങ്ങോട്ട് നോമ്പ് തുടങ്ങുക, അത് ഹദീസിന് വിരുദ്ധമാണ്. അങ്ങനെ 15-ന് തുടങ്ങുകയും 15-ന് ശേഷം മാത്രം നോമ്പ് നോൽക്കുകയും ചെയ്യുന്നത് അള്ളാഹുവിന്റെ റസൂൽ വിരോധിച്ചിട്ടുള്ളതാണ് എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാവുന്നതാണ്. അതേ പ്രകാരം റസൂലുള്ളാഹി പറഞ്ഞു, ലാ യതഖദ്ദമന്ന അഹദുകും റമളാന ബിസൗമി യൗമൈൻ ഔ യൗമൈനി, റമളാനിന്റെ അതുവരെ നോമ്പ് നോൽക്കാതെ, നോമ്പ് റമളാൻ വരുന്നതിന്റെ തൊട്ടു മുമ്പുള്ള 1, 2 ദിവസങ്ങൾ മുമ്പ് മാത്രം നോമ്പ് നോൽക്കുക എന്നതും പാടില്ലാത്തതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതോടുകൂടെ വിശുദ്ധമായിരിക്കുന്ന റമളാനിന് വേണ്ടി ശക്തമായി ഒരുങ്ങാൻ നമുക്ക് കഴിയണം. മഹാന്മാരാകുന്ന സ്വഹാബികളും അതേ പ്രകാരം താബിഈങ്ങളും ഇമാം അഹ്ലുസുന്നയുടെ ആളുകളൊക്കെ അവര് ശഅബാൻ മാസം വന്നു കഴിഞ്ഞ കച്ചവടം പോലും പേടിയാവില്ല. അതൊന്നും ഇപ്പൊ നമുക്ക് കഴിയുന്ന കാര്യമല്ല, അതിനകത്തുനിന്നുള്ള ഈമാൻ നമുക്കില്ല. അവരതുവരെയുള്ള കച്ചവടം അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ശഅബാൻ മാസം വന്നു കഴിഞ്ഞ പേടികയെല്ലാം പൂട്ടിയിട്ട് അവലൊക്കെ തിജാറത്താണ് ഹദീസിലുള്ളത്. തിജാറത്ത്, അവിടെ കച്ചവടങ്ങളെല്ലാം നിർത്തിവെച്ചുകൊണ്ട് അവര് റമളാൻ മാസത്തിന് വേണ്ടി ഒരുങ്ങുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഈ രീതിയിൽ ശഅബാൻ മാസത്തിൽ വരുന്നതിന്റെ മുമ്പ് തന്നെ അതിനു വേണ്ടി റമളാനിന് വേണ്ടി ഒരുങ്ങുകയും എല്ലാവിധ ശക്തമായ തയ്യാറെടുപ്പുകളും എടുക്കുവാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വ കൈവിടാതെ ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്.
വസിയ്യത്ത് നൽകുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൂചിപ്പിച്ചതുപോലെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ മിഅ്റാജിന്റെ ദിനം ആഘോഷിക്കുകയാണ്. ഒറ്റവാക്കിൽ പറയാം, അല്ലാഹുവിന്റെ റസൂൽ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് സുന്നത്താവില്ല. സ്വഹാബത്ത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് സുന്നത്തില്ല. അതുകൊണ്ട് സുന്നത്തായ കാര്യങ്ങളിൽ മാത്രം താല്പര്യം കൊടുക്കുകയും അല്ലാത്തതിനെ അതുമായി ബന്ധപ്പെട്ട, ഞാൻ റജബിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, റജബ് മാസത്തിൽ മാത്രമായി ഒരു കർമ്മം പോലും, ഒരു സൂറത്ത് പോലും പ്രത്യേകമായ സുന്നത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഒരു നിസ്കാരമോ നോമ്പോ ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള അമാനുഷികമായ ഒരു മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. അത് സ്വീകരിച്ച് ജീവിതത്തിൽ ഉണ്ടാക്കുക. ഉദാഹരണം, ആ മിഅ്റാജിന്റെ രാത്രിയിലാണ് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു വിളിച്ചു കൊണ്ടുപോയി ബുറാഖ് എന്ന വാഹനത്തിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അവിടെ പ്രവാചകന്മാരെ മുഴുവനും ഹാജരാക്കി കൊടുത്തു. അവർക്ക് ഇമാമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. അതൊക്കെ അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ, അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹുവിനെല്ലാം കഴിയും എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഇസ്രാ മിഅ്റാജ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെന്ന് പറഞ്ഞാലും അത് വിശ്വസിക്കണമെന്ന മഹത്തായ പാഠമാണ് മിഅ്റാജിൽ നിന്ന് കിട്ടുന്നത്. അല്ലാതെ ശാപ്പാടടിക്കാനുള്ള ഒരു ദിവസമല്ല ഇസ്രാ മിഅ്റാജും. അന്ന് നല്ല ബിരിയാണിയും അതുപോലെ പായസം ഉണ്ടാക്കിയിട്ട് കലക്കി കുടിക്കാനുള്ള ദിവസമല്ല, മറിച്ച് പാഠം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി ഉമ്മുഹാനിയുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ബുറാഖ് എന്ന വാഹനത്തിൽ ബൈത്തുൽ മുഖദ്ദിസിലേക്ക് 1 മാസത്തെ വഴിദൂരമുണ്ട്. ആ കാലഘട്ടത്തിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദിസിലേക്ക് ഒരൊറ്റ രാത്രിയിലെ നിമിഷ നേരങ്ങളെ കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പോയത്. ശരീരവുമായി ഉടലോടുകൂടെ വെറും ഒരു ഉറക്കത്തിൽ മാത്രമല്ല, ശരീരത്തോടു കൂടെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. ആകാശത്തിൽ മുഴുവനും പ്രവാചകന്മാര് വന്നു. ആ പ്രവാചകന്മാർ റസൂലുള്ളാഹിനെ സ്വീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല 50 വക്ത് നമസ്കാരം ഫർളാക്കി കൊടുത്തു. മഹാനായ മൂസാ നബിയിലേക്ക് തിരിച്ചു വന്നു. മൂസാ നബി പറഞ്ഞു, അല്ലാഹുവിന്റെ മുഹമ്മദ് നബിയെ, എന്റെ സമുദായം അങ്ങയേക്കാൾ ഖുവ്വത്തുള്ളവരായിരുന്നു, അവർക്ക് പോലും കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അങ്ങയുടെ സമൂഹത്തിന് കഴിയില്ല, പോകണം തിരിച്ച്. അല്ലാഹുവിലേക്ക് തിരിച്ചുപോയി. 9 പ്രാവശ്യത്തോളം തിരിച്ചുപോയി. അവസാനം 5 വക്ത് ഫർളാക്കി കൊടുത്തു. എന്നിട്ട് അല്ലാഹു ഒരു ഓഫറും കൊടുത്തു. ആദ്യം ചെയ്തു തന്ന ആ 50 വക്തിന്റെ പ്രതിഫലം 5 വക്തിന് അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ കഴിവായി അതിനെ അംഗീകരിക്കുകയും, നേരം വെളുത്ത് അല്ലാഹുവിന്റെ റസൂൽ വന്ന് പറഞ്ഞു, ഞാനിതാ ആകാശത്തിൽ പോയി, അവിടെ പലതും കണ്ടു, പ്രവാചകന്മാരുടെ മുമ്പിൽ വന്നു, അവർക്ക് ഇമാമായി ഞാൻ നിസ്കരിച്ചു. ഇതൊക്കെ പറഞ്ഞപ്പോ മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹുവിന്റെ റസൂലിനെ പരിഹസിക്കാനും മികഴ്ത്താനും തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് നുണ പറയുകയാണെന്ന് പറഞ്ഞപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചെന്ന് പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അന്നാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അസ്സുദ്ദീഖ് എന്ന ഓമന പേര് കിട്ടിയത്. സിദ്ദീഖ്, സത്യസന്ധൻ. മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു. മുഹമ്മദ് പറയുന്ന അതിനേക്കാളും വലിയ കാര്യങ്ങൾ വിശ്വാസമുള്ളവനാണ് ഞാനെന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് വിശ്വസിച്ചുവെങ്കിൽ, അതേ പ്രവാചകൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുക എന്നത് നമുക്ക് നിർബന്ധമാണ് എന്ന ഇത്തരത്തിലുള്ള പാഠങ്ങളാണ് ഇസ്രാ മിഅ്റാജിൽ നിന്ന് ആ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പാലിക്കുകയാണ് നമ്മൾ വേണ്ടത്. അല്ലാതെ അല്ലാഹുവും റസൂലും പഠിപ്പിച്ചിട്ടില്ലാത്ത ബിദ്അത്തിന്റെ പിന്നാലെ പോകുന്നത് ഏറെ ഗൗരവത്തോടു കൂടെ സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നിമിഷം വരെ വന്നു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി നൽകുമാറാവട്ടെ. മുസ്ലിം സമുദായത്തിന് അല്ലാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ വഗ്ഫിർ ലനാ ബിമഗ്ഫിറതിക وارحمنا برحمتك يا أرحم الراحمين.